ഇപ്പോൾ എനിക്ക് പറ്റി. മന്ത്രിമാർക്കെതിരെ കരിങ്കൊടിയും സമരവും നടത്തിയ ആൾക്കാരാണ് നമ്മളൊക്കെ അതിൻ്റെ പ്രൊഡക്ട്സായി വന്ന ആൾക്കാരാണ്. പക്ഷേ ഈ രീതിയിൽ മന്ത്രി കൈയേറ്റം ചെയ്യുന്നത് ജനാധിപത്യത്തിന് ഭൂഷണം. ഇത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിഷേധങ്ങളില്ല, കൃത്യമായ ആസൂത്രിതമായ അതിനായി ഗൂഢകളിൽ തെരഞ്ഞെടുക്കുന്നു. ഇത് ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത ഒരു പദ്ധതിയുടെ ഭാഗം അതിക്രൂരമായ ഈ കടന്നാക്രമത്തെ കേരളീയ സമൂഹം ഒറ്റക്കെട്ടായിട്ട് എതിർക്കുമെന്ന കാര്യത്തിൽ യാതൊരു ഇക്കട്ട കൊണ്ട് തലചൊരുകയാണെന്നുള്ള വിവരം യൂത്ത് കോൺഗ്രസ് KCക്കാർക്ക് നല്ല ബോധം വേണം. ഞങ്ങൾ എന്തായാലും പകരത്തിന് പകരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. നമ്മുടെ കേരളം ഇതിനു മുമ്പ് ദർശിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമല്ലേ? തനി ഗുണ്ടായിസാണ് ഉണ്ടായിട്ട്. KSUകാർ പ്രതിഷേധം നടത്തിയെന്നുള്ളത് ശരിയാണ്, പക്ഷേ അവരുടെ അടുത്തുപോലും എത്തിയിട്ടില്ല. ഒരാളും എത്തിയിട്ടില്ല. 3-4 KSU പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത്. 30-35 പോലീസുകാരുണ്ടായിരുന്നു. ഇവരെ ആക്രോശിച്ച് അവരുടെ അടുത്തേക്ക് ചെല്ലുന്ന ദൃശ്യങ്ങൾ മാത്രമേ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങൾ പരിശോധിക്കും. അങ്ങനെ എന്തെങ്കിലും തെറ്റ് KSUകാരുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ഞങ്ങൾ നടപടിയെടുക്കും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം. മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്തും ചെയ്യാം എന്ന് പറയുന്നത് ഒരിക്കലും നീതീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. റെയിൽവേ സ്റ്റേഷനിലെ CCTV വിഷ്വലുകൾ പുറത്തുവിടണം. ആ CCTV വിഷ്വലുകൾ പുറത്തുവിട്ടാൽ മന്ത്രി നടത്തിയത് സമര നാടകമാണ്, അല്ലെങ്കിൽ മന്ത്രിക്ക് പറ്റിയത് പരിക്കെന്ന് പറയുന്നത് കേവലം നാടകമാണ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മനസ്സിലാക്കും. ഒരേ സമയം പ്രതിഷേധക്കാരെ കാണുമ്പോൾ ഇവർ തമിഴ് സിനിമയായ വിക്രമന്റെ സിനിമയിലെ പോലെ അന്യനെ പോലെ പെരുമാറും. പ്രതിഷേധക്കാർ പോയി കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഇവർ അമ്പിയായി മാറും. യാരമ്മ നീങ്കയെന്ന് ഇവരെ കാണുമ്പോൾ ചോദിക്കാതിരിക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ഇവരുടെ ഒരു പ്രകടനങ്ങളും പെരുമാറ്റങ്ങളും.